വൈകുന്നേരത്ത് രാത്രി സമയത്ത് ഒരു വാക്യം ധ്യാനിക്കാം. സങ്കീർത്തനം 62 1 വാക്യം. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. ഞാൻ എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കാൻ നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ ഹൃദയം സമാധാനമായിരിക്കണമെങ്കിൽ കർത്താവിനോട് നിരപ്പ് പ്രാപിക്കണം. നമ്മൾ മൗനമായിരിക്കുക, എല്ലാ ഇടങ്ങളിലും ശാന്തമായ സമേതമായി ഇരിക്കുക. കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. ഈ പറയുമ്പോൾ അനേക നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമുണ്ട് ഈ കേൾക്കുന്നത്, കമൻസൊക്കെ ഇടുന്നവർ. അവർക്ക് ഞാൻ എന്ത് പറയാനാ? യേശുവിനെ കുറിച്ച് ഞാൻ പറയുമോ? ബിക്കോസ് ഐ എം എ ക്രിസ്ത്യൻ. അതുപോലെ എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. കർത്താവിൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. യേശുവിൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. കർത്താവ് പരിപാലിക്കുമ്പോൾ നമ്മൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിയജയം, ഇതെല്ലാം 9 ഫ്രൂട്ട്സ് ഓഫ് ഹോളി സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ കടന്നെത്തും. നമ്മൾ ആരെയാ പിൻപറ്റുന്നതെന്ന് നോക്കണം, ചോയ്സ് നോക്കണം. നമ്മൾ 2 ചോയ്സ് വരും, ഒരു ചോയ്സ് എടുക്കാവോ? നമ്മൾ സെലക്റ്റഡ് സോങ്സ് കാണാം, സെലക്റ്റഡ് ആയിട്ടുള്ളവർ കാണാം. അതും വേണ്ട നോക്കുന്നവരും ഉണ്ട്. നമ്മളുടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മൗനമായിരിക്കുക. ഒരു ഫൂൾ മൗനമായിരുന്നാൽ അവൻ ബുദ്ധിമാനാണെന്നാണ് പറയുന്നത്. പിന്നെ എൻ്റെ രക്ഷ, കർത്താവിൻ്റെ രക്ഷ വരുന്നു. സ്വർഗത്തിൽ നിന്ന്, മൗണ്ടൻസിൽ നിന്ന്, ഹെവനിൽ നിന്ന് നമ്മളെ രക്ഷ വരുന്നു. നമ്മുടെ രക്ഷ യേശുവാണ്. യേശു എന്ന പാറയിൽ നമ്മൾ ബിൽഡപ്പ് ആകണം. യേശു എന്ന ദൈവത്തെ നമ്മൾ വിളിക്കണം. യേശു ദൈവമല്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ജഹോവ വിറ്റ്നസ്, അവരങ്ങനെ പറയുന്നു. യേശുവാണ് ദൈവം. യേശുവിൻ്റെ പാത പിൻപെട്ട് പോയാൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും, വളരെ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് യേശുവിനെ പിൻപറ്റുക. പഠനത്തിൽ മാത്രം, ജോലിയിലും ജീവിതത്തിലും എല്ലാത്തിലും യേശുവിനെ ആരാധിക്കുക. യേശുവിന് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുക. ഞാൻ രക്ഷാസാക്ഷായിട്ട് മരിക്കേണ്ട റെഡിയായിട്ട് നിൽക്കുന്ന മിഷണറിയെ പോലെ ഞാനിപ്പോൾ നിൽക്കുന്നത്. കർത്താവ് സഹായിക്കട്ടെ, കർത്താവ് പരിപാലിക്കട്ടെ. നെഗറ്റീവ് എല്ലാം മാറിപ്പോട്ടെ. ചിലരുടെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്, അതൊക്കെ മാറിപ്പോകണം. വൾഗർ വേർഡ്സ് മാറിപ്പോകണം. മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാനും സന്തോഷം കൊടുക്കുവാനും ചെയ്യുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ 11 ഡേയ്സ് വരുന്നെന്ന് പറയുന്നു. ഈ 11 ഡേയ്സ് നമ്മൾ യേശുവിനെ ധ്യാനിക്കാം. യേശുവിൻ്റെ മരണവും ഉയർപ്പും ഒക്കെ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. ഇതിനായിട്ട് ദൈവം സഹായിക്കട്ടെ. അനേകർക്ക് ട്രാക്സ് കൊടുക്കുക, അനേകർക്ക് ബൈബിൾ കൊടുക്കുക, അനേകർക്ക് സുവിശേഷപ്രതി കൊടുക്കുക. ചെയ്യുമ്പോൾ ദൈവം പാപം ചെയ്യാനേ നേരമില്ല. പാപം നമ്മളെ വിട്ട് അകന്നു പോകുന്നതാണ്. ഇതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂട്ടുകാരെ വന്ന ഗേൾസ് കാരണമാണ് ഞാൻ സുവിശേഷത്തിൽ നിലനിന്ന് പോകുന്നത്. അവർക്കാണ് യേശുവിനെ കുറിച്ച് ഞാൻ പറയുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ വന്നത്. അത്രത്തോളം കർത്താവ് സഹായിച്ചു. ആമീൻ, ആമീൻ.